ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിദ്ധുവും ദേവികയും പ്രിയയുടെ ഏട്ടനെ കാണാൻ വേണ്ടി പോവുകയാണ്. വിഷ്ണുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി ദേവിക പറയണേ, ഇനിയിപ്പോൾ നമ്മൾ പോയിട്ട് വല്ല കാര്യവും ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ സിദ്ധു പറയണേ, എന്തായാലും ഈ ഒരു പോക്കിൽ എന്തായാലും നമുക്ക് എന്തെങ്കിലും അനുകൂലമായി ലഭിക്കാതിരിക്കില്ല. വിഷ്ണു ആൾമാറാട്ടമാണ് ചെയ്തിട്ടുള്ളത്. അയാൾ ശരിക്കും വക്കീലല്ല എന്നുണ്ടെങ്കിൽ പരീക്ഷ പോലും എഴുതാതെ വക്കീൽ വേഷവും ഇട്ട് ആരുടെ പേരിൽ അയാളിപ്പോൾ കോടതിയിൽ വന്ന് വാദിക്കുന്നതിനും എല്ലാം തന്നെ ആൾമാറാട്ടത്തിന് 90 ദിവസമെങ്കിലും അവന് ശിക്ഷ ലഭിക്കാതിരിക്കില്ല. ഇതിന് കൂട്ടുനിന്ന ചന്ദ്രക്കും കിട്ടും എന്ന് പറയട്ടെ. അങ്ങനെ പ്രതീക്ഷയോട് കൂടിയാണ് സിദ്ധുവും ദേവികയും പ്രിയയുടെ വീട്ടിലേക്ക് പോകുന്നത്. പിന്നീട് പാർവതിയുടെ അടുത്തേക്ക് ശരത്ത് വന്ന് പറയുകയാണ്, അമ്മേ, ഞാൻ എന്നെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. എന്നെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ നിത്യയെക്കുറിച്ച്. അമ്മേ, എത്രയും പെട്ടെന്ന് നിൻ്റെയും നിത്യയുടെയും വിവാഹം നടത്തണം. അതിനെക്കുറിച്ചാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചത്. ഇനി അത് നീട്ടിക്കൊണ്ടു പോവണ്ട. അപ്പോൾ പാർവതി പറയണ, അതിന് ഞാനൊരു തടസ്സവും ഇല്ലല്ലോ. നിത്യയല്ലേ തടസ്സം നിൽക്കുന്നത്. അവളെ കൊണ്ട് അമ്മ എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം. എന്നിട്ട് ആരും അറിയാതെ തന്നെ എന്റെയും വിവാഹം നടത്തണം. അമ്പലവും വേണ്ട, ഒരു പൂജാരിയും വേണ്ട, ഒന്നും വേണ്ട. നമുക്ക് ഇവിടെ തന്നെ വെച്ച് നമുക്ക് വിവാഹം നടത്താം. പണ്ടുകാലത്തൊക്കെ അമ്പലത്തിലേക്കൊന്നും പോയിട്ടല്ലല്ലോ വിവാഹം കഴിക്കാറുള്ളത്. വീട്ടിൽ വെച്ച് തന്നെയല്ലേ താലികെട്ട് ചടങ്ങ് നടത്താറുള്ളത്. അതുപോലെ നമുക്ക് നിത്യയുടെ കഴുത്തിൽ വീട്ടിൽ വെച്ച് തന്നെ താലികെട്ട് ചടങ്ങ് നടത്താം. അതിന് അമ്മ സമ്മതിക്കുമോ എന്ന് അറിയില്ലല്ലോ. മുത്തശ്ശിയെ നമുക്ക് ഇവിടെ നിന്നും തൽക്കാലത്തേക്ക് മാറ്റാം. മുത്തശ്ശി ഇതൊന്നും അറിയണ്ട. അപ്പോൾ പാർവതി പറയണ, അത് പറ്റില്ല. അമ്മയാണ് എനിക്ക് ആകെയുള്ള ആശ്രയം. അമ്മ കൂടി എന്നിൽ നിന്നും പോയാലേ ഞാൻ തനിച്ചായി പോവും. അതുകൊണ്ട് അത് വേണ്ട. നിത്യയാണെങ്കിലും ഇതിനൊന്നും സമ്മതിക്കത്തുമില്ല. എങ്ങനെയെങ്കിലും നിത്യയെ കൊണ്ട് സമ്മതിപ്പിക്കണം. എന്തായാലും ഞാൻ ഉറപ്പൊന്നും തരുന്നില്ല. ഞാൻ നിത്യയുമായിട്ട് സംസാരിക്കട്ടെ. അമ്മയെ ഇവിടെ നിന്ന് മാറ്റി നിർത്തുമൊന്നും വേണ്ട. നിത്യയുടെ സമ്മതം കിട്ടിയാൽ തന്നെ അമ്മയ്ക്കും പിന്നെ സമ്മതമാവും. ഞാനൊന്ന് സംസാരിക്കട്ടെ. അപ്പോൾ ശരത്ത്, അതുവരെ ഞാൻ കാത്തിരുന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവാണ്. പിന്നീട് സിദ്ധുവും ദേവികയും പ്രിയയുടെ വീട്ടിലെത്താണ്. എന്നിട്ട് ദേവിക പറയാണ്, ഞാൻ പ്രിയയുടെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ സിദ്ധുവും പറയണേ, ഞാനൊരു വക്കീലാണെന്ന് പറയുമ്പോൾ അയാൾ പറയണേ, ഞാനും ഒരു തന്നെ LLB ഒക്കെ പാസ്സായിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഗവൺമെൻറ് ജോലി കിട്ടിയത് കൊണ്ട് ഞാൻ വക്കീൽ ജോലി വേണ്ട എന്ന് വെച്ചു. അല്ല, നിങ്ങൾ എന്തിനാണ് വിഷ്ണുവിനെ കുറിച്ച് അറിയുന്നത്? വിഷ്ണു എന്താ നിങ്ങളെയും പറ്റിച്ചോ? ഞങ്ങളും അവൻ്റെ കെണിയിൽ പെട്ടേനെ. അതിൻ്റെ മുന്നേ ഞങ്ങളും രക്ഷപ്പെട്ടു. അല്ല, അവന് വക്കീൽ തന്നെയാണോ? പഠിക്കുന്ന കാലത്ത് മര്യാദക്ക് ക്ലാസ്സിൽ പോലും വന്നിട്ടില്ല. അവൻ ഫുള്ള് തരികിടയാണ്. LLB പാസ്സായിട്ടൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അവൻ എങ്ങനെയാണ് കോർട്ടിൽ വന്ന് വാദിക്കുന്നത്? അവൻ കോർട്ടിൽ വന്ന് വാദിക്കാൻ അവൻ LLB പാസ്സായാലല്ലേ കോടതിയിൽ വരാൻ കഴിയും. അപ്പോൾ ഇതിലെന്തോ ഒരു തട്ടിപ്പുണ്ട്. അപ്പോൾ സിദ്ധു പറയണേ, ഞാനിതിനെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ ഞങ്ങളുടെ ബാർ കൗൺസിൽ അന്വേഷിക്കുന്ന സമയത്ത് അവന് വിഷ്ണു എന്ന പേരിൽ ഒരാളുണ്ട്. പക്ഷേ ഇവൻ്റെ ഫോട്ടോയൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ അയാളുടെ അഡ്രസ്സ് വെച്ചിട്ടായിരിക്കും കോടതിയിൽ വന്ന് വാദിക്കുന്നത്. അവളെ കൂടെ പഠിച്ചിരുന്ന വേറൊരു വിഷ്ണു ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവൻ്റെ രേഖകൾ വെച്ചായിരിക്കുമോ ഇവൻ ഇതിൽ വന്ന് വാദിക്കുന്നത്? അവൻ വലിയൊരു ഫ്രോഡ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അവനെ പൂട്ടണമല്ലോ. അപ്പോൾ സിദ്ധുവും ദേവികയും പറയണ, അതിനു വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ ഇവിടേക്ക് വന്നത്. ഞങ്ങളെ കൂടെ നിന്നേക്കണം. ഉറപ്പായും ഞാൻ നിങ്ങളുടെ കൂടെ നിന്നിരിക്കും. ഇവിടെ വന്നത് ആരെയും തൽക്കാലം അറിയിക്കേണ്ട. അവനിപ്പോൾ പുതുതായി ഒരു ഓഫീസ് തുടങ്ങാൻ പോവുകയാണ്. അവന് ഇങ്ങനെയാണെങ്കിൽ എത്ര പേരെയാണ് ഇനി ചതിക്കാൻ പോകുന്നത്? അതുകൊണ്ട് അവനെ നമുക്ക് പൂട്ടണം എന്നൊക്കെ പറയട്ടോ. അങ്ങനെ സിദ്ധുവും ദേവികയും വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. പിന്നീട് പാർവതി മനോഹരൻ്റെ അടുത്തേക്ക് ചെല്ലണേ. എന്നിട്ട് പറയണേ, എന്നോട് ശരത്ത് ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാനത് നടത്തി കൊടുക്കാൻ പോവുകയാണ്. അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. നിത്യയെ അവൻ എത്രയും പെട്ടെന്ന് താലി കെട്ടണമെന്നാണ് പറയുന്നത്. അതിന് ഞാൻ സമ്മതിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ താലികെട്ട് ചടങ്ങ് നടത്താനാണ് ഞാനും ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലാതെ ദേവിക ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമുക്കാർക്കും ഒരു ഗുണവും ഉണ്ടാവില്ല, ഒരു നല്ലതും സംഭവിക്കില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത്. നാളെ എന്നെ ഇതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തുമായിരിക്കാം. പക്ഷേ ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല. എനിക്കിപ്പോൾ നിത്യയുടെ ഭാവിയാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് യുടെയും ശരത്തിൻ്റെയും വിവാഹം ഞാൻ എത്രയും പെട്ടെന്ന് നടത്തും. ആ ഒരു വിവരം അറിയിക്കാനാണ് ഞാൻ വന്നത് എന്നും പറഞ്ഞ് പാർവതി അങ്ങ് എണീറ്റ് പോവാണ്. അത് കേട്ടപ്പോൾ പിന്നെ മനോഹരന് കെടുക്കാൻ പോലും കഴിയുന്നില്ല. മനോഹരൻ കൈയൊക്കെ ദേഷ്യം പിടിച്ചിട്ട് ഇളക്കുകയാണ്. വേണ്ട, അരുത് എന്ന് പറയാൻ വേണ്ടി ഒരുങ്ങുകയാണ്. പക്ഷേ മനോഹരന് ഒന്നും കഴിയുന്നില്ല. അങ്ങനെ കുറച്ചൊക്കെ മനോഹരൻ കൈ പൊന്തിക്കുകയാണ്. എന്നിട്ട് അപ്പം തന്നെ കൈയങ്ങ് താഴ്ത്തുകയാണ്. പക്ഷേ അതൊന്നും പാർവതി കാണുന്നില്ല. അങ്ങനെ മനോഹരൻ സങ്കടത്തോടു കൂടിയാണ് കിടക്കുന്നത്. എൻ്റെ മോളുടെ ജീവിതം ഇവൾ കുളമാക്കുമോ എന്നുള്ള ഭാവത്തിൽ കേട്ടോ. ശരത്തിനെ പോലെ ഒരു ദുഷ്ടന് കല്യാണം കഴിച്ചു കൊടുത്താൽ എൻ്റെ കുട്ടിയുടെ ഭാവി എന്താവും എന്നുള്ള ഭാവത്തിലാണ് സങ്കടത്തോടു കൂടി മനോഹരൻ കിടക്കുന്നത്. പിന്നീട് ദേവികയും സിദ്ധുവും വീണ്ടും സംസാരിക്കുകയാണ്. അല്ല, നമ്മളിപ്പോൾ തേടി നടന്ന തെളിവല്ലേ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ പേരിൽ ഇനി വിഷ്ണുവിന് നല്ല ശിക്ഷ കിട്ടില്ല. ഉറപ്പായും കിട്ടും. ആൾമാറാട്ടത്തിന് അവന് കേസെടുക്കും. ഇതിന് കൂട്ടുനിന്നവരും ഇതിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അങ്ങനെയാവുമ്പോൾ ചന്ദ്രയ്ക്ക് എല്ലാ സത്യവും അറിയുമായിരിക്കും അല്ലേ സിദ്ധു? ഉറപ്പായും അവൾക്ക് എല്ലാ സത്യവും അറിയും. ഈ ഒരു കാരണം വെച്ച് സിദ്ധുവിന് ഡിവോഴ്സ് കിട്ടൂല.
കിട്ടൂലേ? അപ്പോൾ സിദ്ധു പറയണേ ഇല്ല, ഈ ഒരു കാരണം വെച്ച് ഒരിക്കലും ഡിവോഴ്സ് കിട്ടില്ല. വിഷ്ണുവും ചന്ദ്രയും ഇതിൻ്റെ പേരിൽ പെടണം, എങ്കിൽ മാത്രമാണ് എനിക്ക് ഡിവോഴ്സ് ലഭിക്കുകയുള്ളൂ. ഡിവോഴ്സ് കിട്ടാൻ എനിക്ക് ആഗ്രഹമുണ്ടായിട്ടല്ല, പക്ഷേ സിദ്ധുവിൻ്റെ ഈ വിഷമം കാണുമ്പോൾ എനിക്കും വല്ലാത്തൊരു വിഷമം, അതുകൊണ്ട് പറഞ്ഞതാണ്. സിദ്ധു പറയണേ എന്തായാലും നമ്മുടെ ഈ യാത്ര കൊണ്ട് ഒരു ഗുണമുണ്ടായി. ഇനി മുതൽ ചന്ദ്രയുടെ കഷ്ടകാലമാണ് തുടങ്ങാൻ പോകുന്നത് എന്നൊക്കെ സിദ്ധുവും ദേവികയും കൂടി സംസാരിക്കുകയാണ്. ഈ സമയം വിഷ്ണുവും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു ജ്യോത്സ്യരെ കണ്ട് നമ്മുടെ കട ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ മുഹൂർത്തവും ദിവസമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അല്ല, ഇതിലൊന്നും വിഷ്ണുവിന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ലല്ലോ? അല്ല, വിശ്വാസം ഉണ്ടായിട്ടല്ല, ഇനിയിപ്പോൾ ഏതായാലും ഒരു പുതുതായിട്ട് ഒരു ഓഫീസ് തുടങ്ങാൻ പോവുകയില്ല, അപ്പോൾ അത് നല്ലൊരു ദിവസം തന്നെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല, പക്ഷേ ചന്ദ്രയ്ക്ക് അതുപോലെയല്ല, ചന്ദ്രയ്ക്ക് ഇനിയും നേടാനുണ്ട്. അപ്പോൾ ഇതിനായിട്ടൊരു അവസരം കിട്ടുമല്ലോ. എനിക്ക് വാദിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കൂടി നിനക്ക് അതിന് കഴിയുമല്ലോ. നീ ഒരു വലിയ സ്ഥാനത്തെത്തണം, അതാണ് എൻ്റെയും ആഗ്രഹം. അപ്പോൾ ചന്ദ്ര പറയണേ എനിക്കും അത് തന്നെയാണ്. ഓരോ വക്കീലന്മാർക്ക് കേസിനും അവർ ലക്ഷങ്ങളാണ് പ്രതിഫലം വാങ്ങുന്നത്, അതുപോലെ ആവണം എന്നുള്ളത് എനിക്കും ആഗ്രഹമുണ്ട്. വേണം പേരും പ്രശസ്തിയും ഒക്കെ. അതിനു വേണ്ടിയാണ് സിദ്ധുവിനെ ഞാൻ വിവാഹം കഴിച്ചത്. സിദ്ധു എന്നെ സഹായിക്കുമെന്നാണ് ഞാൻ കരുതിയത്, പക്ഷേ എല്ലാം നേരെ വിപരീതമായല്ലോ. നീ എൻ്റെ എല്ലാ ആഗ്രഹവും സാധിപ്പിച്ചു തരേണ്ടത് വിഷ്ണുവാണ്. അപ്പോൾ വിഷ്ണു പറയണേ നീ എന്നോടൊപ്പം ഞാൻ പറയുന്നത് കേട്ട് അനുസരിച്ച് നിന്നാൽ നിനക്ക് എല്ലാ ഗുണവും ഉണ്ടാവും. എന്നാൽ നീ ഇനി അടുത്ത സ്വപ്നം കാണാൻ തുടങ്ങിക്കോ, ഞാൻ നിന്നോടൊപ്പം തന്നെ ഉണ്ട് എന്നൊക്കെ വിഷ്ണു ചന്ദ്രയോട് പറയുന്നത്. അത് കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. പിന്നീട് മുത്തശ്ശി ആഭരണങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണ് കേട്ടോ. അത് കണ്ടുകൊണ്ടാണ് പ്രഭാവതി വരുന്നത്. അപ്പോൾ പ്രഭാവതി അവിടെ കുറച്ച് നേരം മാറി നിൽക്കുകയാണ് കേട്ടോ. ഈ സ്വർണ്ണങ്ങളെല്ലാം തന്നെ കണ്ടപ്പോൾ പ്രഭാവതിയുടെ കണ്ണ് മഞ്ഞളിക്കുകയാണ്. എന്നിട്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് വരികയാണ്. അല്ല മുത്തശ്ശി, എന്തിനാണാവോ ഇപ്പോൾ ഇതെല്ലാം തന്നെ എടുത്തിട്ടുള്ളത്? ഈ ആഭരണങ്ങളൊക്കെ എന്തിനാണ് എടുത്തത്? ഇത് എൻ്റെ പഴയകാല ആഭരണങ്ങളാണ്. ഇതെല്ലാം തന്നെ ഞാൻ നിത്യക്കുട്ടിക്ക് കൊടുക്കുകയാണ്. നിത്യമോളുടെ വിവാഹം കഴിഞ്ഞ് അവൾക്കാണ് ഇതെല്ലാം തന്നെ. എൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാല വരെ നിത്യക്കുള്ളതാണ്. അത് കാണുമ്പോൾ ആഭരണങ്ങളൊക്കെ കണ്ടപ്പോൾ അത് പ്രഭാവതിക്ക് കണ്ണ് മഞ്ഞളിക്കുകയാണ്. അല്ല, ഇതെന്തിനാ ഇവിടെ സൂക്ഷിക്കുന്നത്? ഇവിടെ സൂക്ഷിക്കുന്നതിൽ നല്ലത് ഒരു ലോക്കറിൽ സൂക്ഷിക്കുന്നതല്ലേ? എനിക്ക് എവിടുന്ന ലോക്കറൊക്കെ പ്രഭാവതി? ദേവികയ്ക്കാണ് ഇവിടെ ലോക്കർ ഉള്ളത്. അവളുടെ കയ്യിൽ കൊടുക്കാനാണെങ്കിൽ എനിക്ക് മടി. അവൾ ആവശ്യത്തിന് ചോദിച്ചാൽ എനിക്ക് തന്നില്ലെങ്കിലോ? അങ്ങനെയൊക്കെ ദേവിക ചെയ്യുമോ? പറയാൻ പറ്റില്ല. അവളുടെ സ്വഭാവത്തിലൊക്കെ ഇപ്പോൾ നല്ല മാറ്റമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാതിരിക്കുന്നത്. എന്തായാലും ഇത് ഇവിടെ തന്നെ ഭദ്രമായി സൂക്ഷിക്കുന്നത്. നിത്യയുടെ വിവാഹത്തിന് അന്ന് കൊടുക്കും. എന്നിട്ട് പിന്നെ പ്രഭാവതി നിത്യയുടെ കയ്യിൽ നിന്നങ്ങ് വാങ്ങിയാൽ മതിയല്ലോ. പ്രഭാവതിക്ക് ഈ ആഭരണങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയട്ടോ. അങ്ങനെ എന്നാൽ ഇത് ആരും കാണണ്ട, പെട്ടെന്ന് തന്നെ അമ്മ ഇതൊക്കെ എടുത്തു വെച്ചോളൂ എന്ന് പറഞ്ഞ് പ്രഭാവതി റൂമിൽ നിന്നങ്ങ് പോവാട്ടോ. എന്നിട്ട് മുത്തശ്ശിയുടെ കയ്യിലുള്ള ആ സ്വർണ്ണങ്ങളിലേക്ക് ഒരു കണ്ണ് വെച്ചിട്ടാണ് പ്രഭാവതി അവിടെ നിന്ന് പോകുന്നത്. പിന്നീട് സിദ്ധുവും ദേവികയും കൂടി പറയുകയാണ് എത്രയും പെട്ടെന്ന് ഞാൻ ബാർ കൗൺസിൽ പരാതി കൊടുക്കുകയാണ് വിഷ്ണുവിനെതിരെ. അതോടുകൂടി അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും, അവനകത്താവും. അപ്പോൾ ദേവിക പറയണേ ചന്ദ്രയുടെ വലങ്കൈയായിട്ടാണ് ഇപ്പോൾ വിഷ്ണു ഉള്ളത്. അപ്പോൾ അവനകത്ത് പോയാൽ തന്നെ ചന്ദ്ര ഒന്ന് തളരും. പിന്നെ സിദ്ധു പറയുന്നതൊക്കെ ചന്ദ്ര അനുസരിച്ചോളും. അതൊന്നുമില്ല. അല്ല, റൂബി പോയപ്പോൾ ചന്ദ്ര ഒന്ന് തളർന്നതാണ്, അപ്പോഴാണ് പിന്നെ വിഷ്ണു കയറി വന്നത്. അതൊന്നുമല്ല, ചന്ദ്രയെ സഹായിക്കാൻ തങ്കച്ചിയും ശരത്തും അങ്ങനെ പല ആളുകളുമുണ്ട്. അവൾക്ക് അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. എനിക്കും അതൊന്നും വിഷയമില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് ചന്ദ്രയുമായിട്ടുള്ള ഡിവോഴ്സ് ലഭിക്കണം. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ തമ്മിലുള്ള കല്യാണമാണ്. അത് കേട്ടപ്പോൾ ദേവിക പെട്ടെന്നൊന്നും ഇണ്ടാതാവും കേട്ടോ. അപ്പോൾ ദേവിക പറയണ അതിന് എൻ്റെ സമ്മതം വേണ്ടേ? അപ്പോൾ സിദ്ധു പറയണ നിൻ്റെ സമ്മതമൊന്നും വേണ്ട, സമ്മതമൊക്കെ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ചേരേണ്ടവർ തന്നെയാണ് ചേരുകയുള്ളൂ, അത് മനസ്സിലാക്കണം ദേവിക. അപ്പോൾ ദേവികയ്ക്ക് കല്യാണക്കാരൻ പറഞ്ഞതോടുകൂടി പിന്നെ അവിടെ നിൽക്കാൻ കഴിയുന്നില്ല. അപ്പോൾ എന്നാൽ ശരി സിദ്ധു, പിന്നെ കാണാം എന്ന് പറഞ്ഞ് ഒന്നും മിണ്ടാതെ ദേവിക അങ്ങ് പോവുക കേട്ടോ. അതോടുകൂടി സിദ്ധുവിന് ഇതെന്താ ദേവിക ഇത്രയും നേരം സംസാരിച്ച ദേവിക കല്യാണക്കാരൻ പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ പോകുന്നത് എന്നുള്ള ഭാവത്തിൽ വിഷമത്തോടു കൂടിയാണ് കേട്ടോ സിദ്ധു നിൽക്കുന്നത്. ഇനിയും ദേവിക വിവാഹത്തിന് തടസ്സമായി നിൽക്കുമോ എന്നുള്ള ഭാവത്തിൽ വിഷമിച്ചാണ് സിദ്ധു നിൽക്കുന്നത്. പിന്നീട് പ്രഭാവതി പെട്ടെന്ന് പുറത്തേക്ക് പോകാൻ ഒരുങ്ങുകയാണ് കേട്ടോ. അപ്പോൾ പാർവതി അത് കണ്ടുകൊണ്ട് വരികയാണ്. എവിടേക്കാണ് പ്രഭാവതി പോകുന്നത്? അതോ എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തേക്ക് പോകണം, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനാണ്. എങ്കിൽ ഞാൻ കൂടി വരാം, നമുക്ക് കമ്പനി ആയിട്ട് പോവാമല്ലോ. അത് പറ്റില്ല, ഞാൻ വേറൊരു ഭാഗത്തേക്കാണ് പോകുന്നത്. അത് കുഴപ്പമില്ല, ഞാൻ പിന്നെ അവിടെ നിന്ന് വേറെ ഭാഗത്തേക്ക് പോയിക്കോളാം. അത് വേണ്ട, ഇനിയിപ്പോൾ നമുക്ക് വേറൊരു ദിവസം എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞ് പെട്ടെന്ന് പ്രഭാവതി അങ്ങ് വഴുതി മാറുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും മുത്തശ്ശി അവിടേക്ക് വരികയാണ്. അപ്പോൾ മുത്തശ്ശി പ്രഭാവതി പറയണം അല്ല, എനിക്കുള്ള നുറുക്ക് കൊണ്ടുവരില്ല. അത് ഉറപ്പായി ഞാൻ കൊണ്ടുവരുമല്ലോ. അപ്പോൾ നിനക്ക് എന്നോട് നല്ല സ്നേഹമാണ് എന്നൊക്കെ മുത്തശ്ശി പറയട്ടോ. അപ്പോൾ പ്രഭാവതി സ്വർണവുമായിട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യമൊന്നും മുത്തശ്ശിക്ക് അറിയുന്നില്ല. പ്രഭാവതി വീണ്ടും ശരത്തിൻ്റെ അമ്മ തന്നെയാണെന്ന് തെളിയിക്കാനുള്ള പുറപ്പാട്
പുറപ്പാടിലാണ്. അപ്പം മുത്തശ്ശി അറിയാതെ ആഭരണവുമായിട്ടാണ് പ്രഭാവതി അവിടെ നിന്നും പോകുന്നത്. പ്രഭാവതിയുടെ കയ്യിൽ 1 രൂപ പോലും എടുക്കാനില്ല എന്നുള്ളതും ശരത്താണെങ്കിൽ സഹായിക്കില്ല, ശരത്തിൻ്റെ കയ്യിലും ഒന്നുമില്ല എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് തന്നെ പ്രഭാവതി സ്വർണം കണ്ടതോടുകൂടി പ്രഭാവതിയുടെ യഥാർത്ഥ സ്വഭാവം എടുക്കുകയാണ്. അങ്ങനെ സ്വർണവുമായിട്ടാണ് പ്രഭാവതി ആരോടും പറയാതെ ആ വീട്ടിൽ നിന്ന് അങ്ങ് പോകുന്നത്. എന്നിട്ട് ഇപ്പോൾ വരാം, എനിക്കൊരാളെ കാണാനുണ്ട് അത്യാവശ്യമായിട്ട് എന്ന് പറഞ്ഞു പോകുമ്പോൾ മുത്തശ്ശിയും പാർവതിയും അത് കണ്ണും പൂട്ടി വിശ്വസിക്കുകയാണ്. അങ്ങനെ മുത്തശ്ശിയും പാർവതിയും പറയണേ, പാവമാണ്, നമുക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ സഹിക്കുന്നത്. അവർ ഗൾഫിൽ എന്ത് ലെവലിൽ ജീവിച്ചിരുന്നവരാണ്, നമുക്ക് വേണ്ടി അതെല്ലാം ഉപേക്ഷിച്ച് കണ്ടില്ലേ ഇവിടെ വന്ന് നിൽക്കുന്നത്, പാവങ്ങളാണ് എന്നൊക്കെ പറയട്ടെ. അപ്പോൾ പാർവതി ചോദിക്കാൻ, അല്ല ഇനിയിപ്പോൾ ശരത്തിന് തിരിച്ച് ഗൾഫിലേക്ക് പോകാൻ കഴിയുമോ, അവൻ്റെ പേരിൽ കേസുള്ളതല്ലേ? അപ്പോൾ മുത്തശ്ശി പറയണേ, കേസൊക്കെ കഴിയും, നിത്യവുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞാൽ തന്നെ പിന്നെ കേസും കാര്യങ്ങളൊക്കെ ഇല്ലാതാകുമല്ലോ, അത് കഴിഞ്ഞ് പിന്നെ നിത്യയ്ക്കും അവനും പ്രഭാവതിക്കും നമുക്കൊക്കെ ഗൾഫിലേക്ക് പോവാലോ. ശരത്ത് പറഞ്ഞതും പ്രഭാവതി പറഞ്ഞതും വിശ്വസിച്ച് മുത്തശ്ശിയും പാർവതിയും സ്വപ്നം കണ്ട് നിൽക്കുകയാണ്.